ബഹുമാനികളെ, നാലാം സമസ്ത താമസിയാതെ പിറവിഴ എടുക്കും. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സമസ്തയുടെ നയങ്ങളിൽ നിന്ന് ജിഫ്രി അടക്കം മാറി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം ഇവരൊക്കെ നമ്മളെ പഠിപ്പിച്ചിരുന്നത്, ഞാനും ഒരു മൗലിയരാണ്, കാസിമിയാണ്, അൻവരിയാണ്, സുപ്രഭാതത്തിൻ്റെ ഒരു വരിക്കാരനാണ്, സമസ്തക്കാരനാണ്. സമസ്തനോട് അമിതമായ സ്നേഹവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവരൊക്കെ രാജാക്കന്മാരായിരിക്കുകയാണ്. ഇവരൊക്കെ രാഷ്ട്രീയക്കാരുടെ അടുത്ത് ചെന്നിട്ട് ഏത് തമ്മാടിയെയും സമസ്തയുടെ സ്റ്റേജിൽ പ്രസംഗിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ അന്തംകമ്മികളായ കുറച്ച് മുസ്ലിംമാർ കുട്ടികൾ അതിന് തക്ബീർ ചൊല്ലുന്നു. നിങ്ങൾ നോക്കൂ, സിറാത്ത് എന്ന പാലത്തിനെ നിഷേധിച്ച KT ജലീൽ, സൈനബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തെ വളച്ചൊടിച്ച് KT ജലീൽ, സ്വർഗം എന്നുള്ളത് എനിക്ക് EMSൻ്റെ കൂടെയുള്ള സ്വർഗം മതി എന്ന് പറഞ്ഞ KT ജലീൽ, ഇവനാണ് ഖുർആൻ ആയത്തോതിയിട്ട് കോഴിക്കോട് വെച്ചിട്ട് ജിഫ്രി തങ്ങളുടെ ആ യാത്രയിലുള്ള ഒരു പ്രാസംഗികൻ, മറ്റൊന്ന് മുൽഹിദത്തിനെ കെട്ടിയ മുശ്രിക്കത്തിനെ കല്യാണം കഴിച്ച ഒരുവൻ. അത് മുസ്ലിം ഒരു മുശ്രിക്കത്തിൻ്റെ കല്യാണം കഴിച്ചാൽ അവനെ നമ്മൾ ആ കണ്ടുകൊണ്ട് മാത്രമേ കാണാവൂ എന്നാണ് എന്നെയെല്ലാം ഈ ഉസ്താദന്മാർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അവരൊക്കെ അതിൽ നിന്ന് മാറി ചിന്തിച്ചു. എന്തുകൊണ്ടാണ്? അവർക്ക് ദുന്യാവ് വേണം, പണം വേണം. ഇവരിങ്ങനെ പറയല്ലേ, 46 കോടി 20 ലക്ഷം ഉറുപ്യ കിട്ടി. ചെങ്ങായികളെ, ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും മുതലാണ്. അതുകൊണ്ട് അടികൂടും. അതുകൊണ്ടാണ് സമസ്തയിൽ പല കളവും നടക്കുന്നത്. സമസ്തക്കാരായ അമ്പലക്കടവ് ഇവരൊക്കെ കളവ് നടത്തുന്നത് എന്തുകൊണ്ടാണ്? പണമാണ് അവരുടെ ആവശ്യം. പണത്തിന് വേണ്ടി ആദർശം എന്ന് പറയുകയാണ്. പാവപ്പെട്ട പാണക്കാട് തങ്ങന്മാർ ഇങ്ങനെ തെറി പറയുക, കുറ്റം പറയുക, മുസ്ലിം ലീഗിനെ ഇല്ലാതെയാക്കുക. ആ കാലഘട്ടത്തിൽ ശംസുൽ ഉലമ ശിഹാബ് തങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ EK സുന്നിയുടെ പൊടി പോലും ഇന്ന് ഉണ്ടാവുകയില്ലായിരുന്നു. അതിനു മാത്രം ഈ വിനീതനായ അടക്കം എത്ര കേസുകൾ EK സുന്നി ഇവിടെ നിലനിൽക്കാൻ കേട്ടു. ഇന്ന് ദീനിൽ നിന്ന് വിട്ടുപോകുന്നു ഈ ജിഫ്രി കൂട്ടമേ. നിങ്ങളുടെ ഈ പോക്ക് എങ്ങോട്ടാണ്? ഈ ജിഫ്രി തങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരൻ. ജിഫ്രി തങ്ങൾ മനസ്സിലാക്കിയത് എന്താണെന്നോ, ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് നേടാമെന്നാ. ഏതായാലും നിങ്ങൾക്ക് മനസ്സിലാക്കാം നാലാം സമസ്ത വരുമ്പോൾ.